തൃശൂരിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള സർവകലാശാലയിലെ സംഘർഷത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. സൂര്യപ്രകാശ് ചേരുന്നു. സൂര്യ, എന്താണ് നിലവിലെ സാഹചര്യം? സംഘർഷാവസ്ഥ അവസാനിച്ചോ? ഇന്നലെയാണ് തിരുവനന്തപുരത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ചരിത്ര വിജയം ആവർത്തിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെയായിരുന്നു സംഘർഷം ഉടലെടുത്തത്. തുടർന്ന് KSU ആക്രമണത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് തൃശൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. തുടർന്ന് SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു. ശക്തമായ രീതിയിലായിരുന്നു പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ശേഷം അവർ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. നിലവിൽ SFI പ്രവർത്തകർ സംഭവസ്ഥലത്ത് നിന്നും പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. സൂര്യ, വളരെ ശക്തമായ രീതിയിലാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പ്രവർത്തകർക്കോ പോലീസുകാർക്കോ ആർക്കെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ? പോലീസ് പ്രവർത്തകർക്ക് ജലപീരങ്കി ശക്തമായി ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ ഒരു വനിതാ പോലീസ് പ്രവർത്തകയ്ക്ക് ആ സമയത്ത് ശക്തമായി ജലപീരങ്കി ഉപയോഗിച്ച കാരണം വീഴുകയുണ്ടായി. തുടർന്ന് വേറെ മറ്റു പരിക്കുകളൊന്നും സംഭവ സ്ഥലത്ത് നിലവിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല. ശരി സൂര്യ, വിവരങ്ങൾ നൽകിയതിന്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിരിക്കണം, രാജ്യത്തിന് മാതൃകയായിരിക്കുന്ന ക്രമസമാധാന പാലനത്തിന്റെ മാതൃകയായിരിക്കണം കേരള പോലീസ് എന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത രീതിയിലേക്ക് ഈ 2 ആഴ്ചയിൽ തന്നെ വ്യത്യസ്തങ്ങളായ സമരങ്ങളിൽ ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് പോലും ഓർക്കാതെ കേരളത്തിലെ SFIക്കാരെ ആക്രമിച്ച്